ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്നവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. പലപ്പോഴും ശിംശോനെ പഴയ കയറുകൊണ്ട് പലപ്പോഴും അവൻ ശിംശോനെ ബന്ധിച്ചു. പക്ഷേ ശിംശോന്റെ കൈയുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങുമ്പോൾ അവൻ ശിംശോന്റെ കയ്യിൽ നിന്ന് ആ കയർ സ്വതന്ത്രരാകും. അങ്ങനെ പഴയ കെട്ടിലൊന്നും ആമെ കെട്ടുവീഴാതിരിക്കുമ്പോൾ ദലീല 2 പുതിയ കയറുകൊണ്ട് കൈയെ ചുറ്റി കട്ടി. എങ്കിലും ആ ചുറ്റിക്കെട്ടിയ കെട്ടിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രി ശത്രു എത്ര സ്തോത്ര പ്രബലനാണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാതെ, നന്മകൾ എടുക്കാൻ കഴിയാതെ, കൈ എത്രമാത്രം പിടിച്ച് കൂട്ടിക്കെട്ടിയാലും ആ കെട്ടിൻ്റെ മധ്യ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടും. അന്ധകാര ശക്തികൾ എത്രമാത്രം കെട്ടിവെച്ചാലും, ദേശാന്തര ശക്തികൾ നിനക്കെതിരെ കെട്ടിയാലും, വെല്ലുവിളികൾ എത്രമാത്രം ഉയർന്നാലും അതിൻ്റെ മധ്യ ദൈവിക അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഒരു ബന്ധനത്തിനും കെട്ടിവെക്കാൻ കഴിയുകയില്ല. ശിംശോന്റെ അപ്പനും അമ്മയും ഒരുപാട് നേർച്ചകൾ നേർന്ന് പ്രാർത്ഥനയിൽ ദൈവം കൊടുത്തൊരു മകനാണ് ശിംശോൻ. പക്ഷേ ദൈവകൽപ്പനകൾ എതിരായി പ്രവർത്തിക്കുന്നവനായിരുന്നു ശിംശോൻ. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യരുതെന്ന് ശിംശോനോട് പറഞ്ഞു, അതിന് വിരോധമായി, അതിന് എതിരായി ശിംശോൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്തൊക്കെ തുടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ തൊടും. എന്തൊക്കെ ചെയ്യരുതെന്ന് ശിംശോന്റെ മേൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശിംശോൻ ചെയ്യും. ഇന്ന് രാത്രി ദൈവം നിന്നോട് എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുമ്പോഴും അതിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്റെ മേലൊരു അസാധാരണമായ അഭിഷേകമുണ്ട്. ശത്രു നിന്നെ തകർത്ത് കളയുവാൻ, ശത്രു നിന്നെ തീർത്ത് കളയുവാൻ, ശത്രുവിന്റെ പദ്ധതിയിലേക്ക് നീ ചെന്ന് വീണ് കൊടുക്കുന്ന നിന്റെ പദ്ധതിയല്ല. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന സ്തോത്രം കുഞ്ഞ്, ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, മുന്നോട്ട് പോകുവാൻ കഴിയാതെ പിറകോട്ട് വലിച്ച് ബന്ധിക്കുന്ന ബന്ധനങ്ങളെ നീ പൊട്ടിച്ചു കളഞ്ഞ് സ്തോത്രം ഈ ദിവസങ്ങൾ കുടഞ്ഞു കളഞ്ഞ് ഈ 2021 മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ദൂത് കൈമാറുന്നു. എത്ര പുതിയ കയറുകൊണ്ട് കെട്ടിയാലും ആ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശിംശോൻ സ്തോത്രന്റെ അപ്പനും അമ്മയുമായി വിവാഹകാര്യമായി പോകുമ്പോൾ ശിംശോന്റെ മേൽ ഒരു ബാലസിംഹം ചാടി വീണു. ശിംശോൻ ആ ബാലസിംഹത്തെ കീറിക്കളഞ്ഞു. ഇന്ന് രാത്രി അലറുന്ന സിംഹം എന്ന പോലെ വിഴുങ്ങുവാൻ വരുന്ന സാത്താന്യ മണ്ഡലങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു സിംഹത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. തിരുവചനം പഠിച്ചാൽ അറിയാൻ പറയുന്നു, ചില ദിവസം കഴിഞ്ഞ് ശിംശോൻ സിംഹത്തിന്റെ ഉടലിൽ നോക്കുമ്പോൾ തേനും തേൻകട്ട ഇരിക്കുന്നത് കണ്ടു. ശിംശോൻ അതെടുത്ത് സ്വത്രം മധുരിപ്പിച്ചു. അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് മധുരമായിരുന്നു. ഇന്ന് രാത്രി ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്ന സ്തോത്രം പൈശാചിക മണ്ഡലങ്ങളെ നീ കീറുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിതത്തിൽ മധുരമിപ്പിക്കുന്ന ചില മേഖലയെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ അഭിഷേകം ഈ രാത്രി നിന്ന് പോയിട്ടില്ല. എത്രമാത്രം നിന്നെ കെട്ടിയാലും, ആരാധിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ കെട്ടിവെക്കാൻ കഴിയില്ല. ഒരു എതിർ പ്രാർത്ഥനയ്ക്ക് നിന്നെ കെട്ടിവെക്കാൻ കഴിയില്ല. ഒരു നാലാഭേദത്തിന് നിന്നെ കെട്ടിവെക്കാൻ കഴിയത്തില്ല. ഒരു ഇരുളിന്റെ ശക്തികൾക്ക് നിന്നെ കെട്ടിവെക്കാൻ പറ്റുകയില്ല. കാരണം നിന്റെ ഉള്ളിൽ അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ ജ്വലിപ്പിക്കുമ്പോൾ ഏത് ഘട്ടം പൊട്ടും. മനുഷ്യൻ കെട്ടിക്കോട്ടെ, ശിശാജ് കെട്ടിക്കോട്ടെ, രോഗങ്ങൾ കെട്ടിക്കോട്ടെ, ശാപങ്ങൾ കെട്ടിക്കോട്ടെ, ബന്ധിച്ചോട്ടെ, ആ ബന്ധനത്തെ അറുക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് പോകുക, പോയി ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നു, അതിനെ അടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കുറ്റിയുടെ ചുറ്റുഭാഗം നിന്ന് കറങ്ങുന്ന കഴുതയെ അഴിക്കുവാൻ ശിഷ്യന്മാർ പോയി. ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയും രോഗത്താൽ നിന്നെ കെട്ടിയിട്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയും ഇന്റർനെറ്റിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി മദ്യത്തിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി മാറ രോഗത്തിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നീ ഏത് പ്രശ്നത്തിൽ നിന്നെ ശത്രു കെട്ടിയിട്ടിരുന്നാലും ഇന്ന് രാത്രി അഴിപ്പാൻ കഴിവുള്ള നസ്രയൻ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി, ഇന്ന് രാത്രി നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ദൂത് കൈമാറിയ
കൈമാറിയാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേ, മുന്നോട്ട് പോകാൻ കഴിയാതെ കുറ്റിയുടെ ചുറ്റും കറങ്ങുന്ന ജീവിതത്തിൽ രോഗം വന്ന് സാമ്പത്തികമായി നഷ്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ സ്തോത്രം ഹല്ലേലൂയ കെട്ടപ്പെട്ടു പോയ നിന്നോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ജീവിതത്തിന്മേൽ ചില വെല്ലുവിളിയുടെ മേൽ ഇന്ന് രാത്രി അഴിക്കുന്ന ദൈവശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടുക. തലമുറകൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി, മകന് വേണ്ടി ചില ജോലികൾ ആഗ്രഹിച്ച് പലതിലും മുട്ടിയിട്ട് തുറക്കാൻ കഴിയാത്ത മേഖലയിരിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാൽ പറയുന്നു, നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഇന്ന് രാത്രി സ്വർഗീയ തീ ഇറക്കി കെട്ടുകളെ അഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കാൻ പോകുന്ന രാത്രിയാണ്. സ്തോത്രം ഹല്ലേലൂയ. പുതിയ കയർ കൊണ്ട് കെട്ടിയപ്പോൾ ആ കെട്ടിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയപ്പോൾ കെട്ടുകൾ പൊട്ടിയെങ്കിൽ സ്തോത്രം ഇന്ന് രാത്രി ഒരു ഇരുളിനും കെട്ടിവയ്ക്കാൻ കഴിയാത്ത മേഖലയ്ക്ക് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. പൗലോസും സീലാസിനെയും ചെയ്യാത്ത തെറ്റിന് സ്തോത്രം കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ സ്തോത്രം പാറ കൊണ്ടുള്ള കാരാഗ്രഹമാണ്, കൈ കാലാമത്തിലിട്ട് പൂട്ടി സ്തോത്രം ഏറ്റവും ക്രൂരത പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. യേശുവിനെ പ്രസംഗിപ്പിച്ച ഭൂതത്തെ പുറത്താക്കിയത് ഒറ്റ പേരിൽ സ്തോത്രം അകത്തിട്ടടച്ചു. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ സീലാസ് ചോദിച്ചു, പൗലോസേ വിശുദ്ധരെ നമുക്കെന്താ ഇങ്ങനെ വന്നത്? നമ്മൾ തെറ്റായി ഒന്നും ചെയ്തില്ല, ആരെയും കൊന്നില്ല, ആരെയും ഉപദ്രവിച്ചില്ല, യേശുവിനെ പ്രസംഗിപ്പിച്ച ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെ വിടിയിപ്പാൻ എന്താ ഈ കാരാഗ്രഹത്തിൽ ദൈവം ഇറങ്ങാത്തത്? പൗലോസ് കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. സീലാസ് പിറുപിറുക്കാൻ തുടങ്ങി. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഇത്രയും നിന്നയാണോ, ഇത്രയും ശിക്ഷയാണോ എന്ന് പിറുപിറുത്തോണ്ട് പൗലോസ് പറഞ്ഞു, സീലാസിനെ മിണ്ടാതിരി, ഞാൻ പാടാം, ഞാൻ പ്രസംഗിക്കാം, നീ പാട്. അവൻ ആരാധന തുടങ്ങി. ആരാധന തുടങ്ങിയപ്പോൾ ആരാധനയിൽ പ്രിയനായ ദൈവത്തിന്റെ കരം കാരാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങി. ബന്ധനങ്ങളെല്ലാം പൊട്ടാൻ തുടങ്ങി. സ്തോത്രം ആമങ്ങളെല്ലാം തുറക്കാൻ തുടങ്ങി. ചങ്ങലകൾ അഴിയാൻ തുടങ്ങി. സ്തോത്രം ഒരിക്കലും സാധ്യതകളില്ലാത്ത സ്തോത്ര സാധ്യതകൾ അതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങി. സ്തോത്രം എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഓപ്പൺ ആകുന്നു. സ്തോത്രം ബന്ധനങ്ങൾ പൊട്ടിമാറുന്നു. ഉടനെ ജൂൽ സൂപ്രണ്ട് പറഞ്ഞു, ഇനി നമുക്കിനി മുന്നോട്ട് പോകാം പറ്റുകയില്ല, നമുക്ക് മരിക്കാൻ. കാരണം എല്ലാവരും ചാടിപ്പോയി കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയും സ്തോത്രം ഏത് ബന്ധനത്തെയും പൊളിപ്പാൻ കഴിവുള്ള നസ്രയനായ യേശുവിന്റെ കരം കാരാഗ്രഹത്തിൽ ഇറങ്ങിയെങ്കിൽ നീ ഏത് കാരാഗ്രഹത്തിന്റെ മേഖലയിലായിരുന്നാലും അതിനകത്തോ നീ ഇറങ്ങി വന്ന് വിടുവിപ്പാൻ ആമപ്പൂട്ടുകളെ പൊളിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് പെറുപെറുപ്പ് വേണ്ട, ചഞ്ചലപ്പെടണ്ട, ദൈവത്തെ മുറുകെപ്പെട്. ഏത് കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയുണ്ട്. അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന ഏത് കാരാഗ്രഹമായിരിക്കുന്ന മേഖലയ്ക്കകത്തും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നസ്രയന യേശുവാണ്. അവർ വിളിച്ചു പറഞ്ഞു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവർ സ്വയം വാളൂരി സ്തോത്രം മരിച്ചു കളയാമെന്ന് ചിന്തിക്കുമ്പോൾ അഭിഷിക്തനോ പറഞ്ഞ്, നിങ്ങൾക്ക് തന്നെ ദോഷം വരുത്തരുത്, നമ്മൾ ഓടിപ്പോയില്ല, ഞങ്ങൾ ഇവിടെയുണ്ട്. കൈ സ്വതന്ത്രരായി, കാല് സ്വതന്ത്രരായി. സ്തോത്രം. പക്ഷേ നമ്മൾ ഓടിപ്പോകത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഉടനെ തന്നെ സ്തോത്രം സൂപ്രണ്ടിനും സ്തോത്രം ജയിൽ അധികാരികൾക്കും ഒരാഗ്രഹം, ഇത്രയും സത്യസന്ധനായിരിക്കുന്ന ഇവർ ആരാധിക്കുന്ന ദൈവമാരാണ്. ഉടനെ തിരക്കി. അവർ മനസ്സിലായി നസ്രയൻ യേശുവാണെന്ന് മനസ്സിലായി. സ്തോത്രം. അവർ ദൈവത്തെ സ്വീകരിപ്പാൻ തയ്യാറായി. അവരുടെ മുട്ടുമടക്കി സ്നാനപ്പെട്ടു. ഇന്ന് രാത്രി മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മധ്യേ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് നസ്രയൻ യേശുവിന്റെ നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന് വേണ്ടി നീ തിരിയാൻ തയ്യാറായാൽ, യേശുവിൻ നാമത്തിന് വേണ്ടി നീ ആ മനസ്സ് കൊടുക്കാൻ തയ്യാറായാൽ, യേശുവിൻ നാമത്തിനോട് ഹൃദയം കൊടുക്കാൻ തയ്യാറായാൽ, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ കാരാഗ്രഹ പ്രശ്നങ്ങളാണെങ്കിലും, നിന്റെ കേസ് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. നീ വിചാരിച്ചാലും ഇന്ന് രാത്രി പുഷ്പം പോലെ നിന്റെ കേസിൽ നിന്നും നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് മാനിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൂത് കൈമാറിയാൽ എത്ര പേർ കാമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ
കാണാൻ പറ്റും. ഇന്ന് രാത്രി വിസയുടെ വിഷയത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇരുമ്പുവാദികളെ തകർക്കുവാൻ കഴിവുള്ള നസ്രയൻ യേശു നിന്റെ വിഷയം ഇന്ന് രാത്രി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തിന് മേൽ ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുത്തി നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് വരെ കേൾക്കാത്ത ആരാധനയും മഹത്വവും സ്തുതിയും ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അകത്തു നിന്ന് സ്തോത്രം വെളിപ്പെട്ടപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇരുന്ന അന്ധകാരത്തിലായിരുന്നു സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ അതിന്റെ അകത്തു ദൈവിക അഭിഷേകത്തിന്റെ ശക്തിയെ ചലിപ്പിക്കാൻ തുടങ്ങി. എവിടെ വെളിച്ചം തെളിയുന്നോ അവിടെ ഇരുളിന്റെ ശക്തികൾ തകരാൻ തുടങ്ങും. അതിന്റെ അകത്ത് അഭിഷേകന്മാർ ചലിച്ചു തുടങ്ങിയപ്പോൾ അഭിഷേകം ചലിക്കാൻ തുടങ്ങി. നിന്റെ വിഷയത്തിന്റെ പ്രശ്നത്തിന്റെ അകത്തു നിന്ന് അഭിഷേകം ഈ 2021 ഈ ജൂലൈ മാസം ഈ രാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായി. ഹല്ലേലൂയ. ശിംശോനെ പുതിയ കയർ കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ പുതിയ കയർ കൊണ്ട് വരഞ്ഞ് കെട്ടി സ്തോത്ര രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുത്തു. ഇന്ന് രാത്രിയും അഭിഷിക്തന്മാരെ സ്തോത്രം ഹല്ലേലൂയ നിന്നെ ഒതുക്കിക്കളയുവാൻ ചില ദലീലമാരെ ശത്രു ഇളക്കി വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ദൂത് പറയുന്നു, കുരുങ്ങിപ്പോയ കുരുക്കുകളെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയിൽ കുടഞ്ഞുകളാ. ഈ കാലഘട്ടത്തിൽ ഒറ്റയാളിനെ പോലെ ദേശങ്ങളിൽ, പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ ആരൊക്കെ എതിർത്താലും എത്ര ശത്രുവശം ഒരുപോലെ വെല്ലുവിളിച്ചു നിന്നാലും ദേശത്തിലെ സകല 33 കോടി ശക്തികൾ ഒരുമിച്ച് വന്നാലും ഓരോ പട്ടണ ട്രിവാൻഡ്രം ജില്ലയിലെ പട്ടണത്തിലെ കേരളത്തിലെ ഭൂതങ്ങൾ ഒരുമിച്ച് വന്നാലും നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഇല്ലായ്മപ്പെടുത്തുവാൻ ഈ ലോകത്തൊരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയില്ലെന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറിയ എത്ര പേർക്ക് ആമേൻ പറഞ്ഞെടുക്കാൻ കഴിയും? ഇന്ന് രാത്രി നിന്റെ ചില മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഒരു പരീശൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ യേശു ഭക്ഷണം കഴിക്കാൻ സ്തോത്രം ശിമോന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ 100 കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. യേശു എവിടെ പോയാലും കൂടെ ആൾക്കാർ ഒത്തിരി കാണും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ കേട്ടത് ഒരു പാപിനിയായ സ്ത്രീ, സ്തോത്രം വ്യഭിചാരം ചെയ്തെടുക്കുന്ന ഒരു സ്ത്രീ സ്തോത്രം യേശുവിന്റെ വർത്തമാനം കേട്ട് യേശു ആ പരീശന്റെ വീട്ടിൽ ഉണ്ടെന്ന് കേട്ട് അവിടെ കടന്നു വന്നു. സ്തോത്രം പരിമള തൈലം കൊണ്ട് സ്തോത്രം യേശുവിന്റെ കാൽ സ്തോത്രം ഒഴിച്ചു മുട്ടിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ തടവി കണ്ണുനീര് ഒഴുക്കി. ഹല്ലേലൂയ. പ്രൈസലോ. പരീശനായ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, ഇവനാണോ പ്രവാചകൻ? ഇവനാണോ സ്തോത്രം ഞങ്ങൾ കാശുവാരി ചെലക്കുന്ന പ്രവാചകൻ? ഇവനൊരു പാപിയായ സ്ത്രീ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇവനാണോ ഒരു പ്രവാചകൻ? ഇന്ന് രാത്രി ആ ദൂത് കൈമാറാം. ദൈവദാസന്മാർക്കെതിരെ, അഭിഷിക്തന്മാർക്കെതിരെ, പ്രവാചകന്മാർക്കെതിരെ സ്തോത്രം പരിശുദ്ധാത്മാവിനെ എതിരെ നീ ദൂഷണം പറഞ്ഞാൽ നിന്നെയും നിന്റെ തലമുറയും ഈ കാലഘട്ടത്തിൽ ദേശത്ത് നിന്നാപാത്രമാക്കും. ഞാൻ 100 കണക്കിന് കുടുംബങ്ങൾ ലിസ്റ്റ് എടുത്ത് തരാം. ട്രിവാൻഡ്രം ജില്ലയിൽ തകർന്നുപോയ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അഭിഷിക്തന്മാരെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞതുകൊണ്ട് തലമുറകൾ പലരുടെ ജീവിതത്തിലും തെറ്റിപ്പോയി. ഇന്ന് രാത്രി മാനസാന്തരപ്പെടും, മടങ്ങി വാ, യേശുവിലേക്ക് തിരി. പരീശൻ പറഞ്ഞു, ഇവനാണോ പ്രവാചകൻ? ഇന്ന് രാത്രി എവിടെ നിന്നെ താഴ്ത്തുമോ ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. ഉടനെ യേശു സ്തോത്രം ഹല്ലേലൂയ അവൻ മനസ്സിൽ പറഞ്ഞപ്പോൾ വിളിച്ചു, ശിമയോനെ. ഓടി വന്ന്, എന്താ കർത്താവ് എന്നെ വിളിച്ചു? അതെ, യേശുവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ അകത്ത് നിൽക്കുന്ന ശിമയോൻ ഓടി വന്നു. കർത്താവ് ഒരു കഥ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരു വലിയൊരു മുതലാളി ഉണ്ടായിരുന്നത്. ഒരുവന് സ്തോത്രം 500 വെള്ളിക്കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഒരുവന് 50 വെള്ളിക്കാശ്. ഉടനെ ചോദിച്ച് ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടി ആരാ കൂടുതൽ സ്നേഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടിയത് സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ ഇന്ന് രാത്രി അധികം പാപത്തിൽ നിന്ന് പുറത്തു വന്നവൻ അധികമായി യേശുവിനെ വിളിക്കും. കുറച്ച് പാപം കുറച്ച് കിട്ടിയവൻ കുറച്ചായി ദൈവം വിളിക്കും, ദൈവത്തെ വിളിക്കും. ഇന്ന് രാത്രി നിനക്കും എനിക്കും പറയാനൊന്നുണ്ട്. ലോകം എന്തോ പറഞ്ഞോട്ടെ, വിമർശകർ എഴുന്നോട്ടെ, എഴുതിക്കോട്ടെ, യൂട്യൂബിലിട്ടോട്ടെ. പക്ഷേ നീ പാപത്തിലും ശാപത്തിലും അന്ധകാരത്തിലും രോഗക്കെട്ടിലും സ്തോത്രം നശിച്ചവളായിരുന്നു. ലോകം നിന്നെ കൈവിട്ടു, ലോകം എന്നെ കൈവിട്ടു. പക്ഷേ കൈവിടാത്ത ഒരു നസ്രയൻ എന്നെയും നിന്നെയും പേർ ചൊല്ലി വിളിച്ചു. ജാതികൾ ഇളകി വരട്ടെ, മതക്കാർ ഇളകി വരട്ടെ, എന്നെയും നിന്നെയും വിളിച്ചത് നസ്രയൻ യേശുവാണെങ്കിൽ അഭിനയം നിർത്തി അനുഭവത്തിലേക്ക് രാത്രി വാ. യേശു നിന്നോട് പറയും,
പറയുന്നു, ആമേ സ്തോത്രം, പരീശന്മാർ എത്ര ഇളക്കി വന്നോട്ടെ, നിന്റെ ആ പാപത്തെ ക്ഷമിച്ചവൻ യേശു ആണെങ്കിൽ ഇന്ന് രാത്രി യേശുവിനോട് ജീവിപ്പാൻ നീ തയ്യാറായ നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും. അഭിഷേകം ചലിച്ചു, ആ പാപിനിയായ സ്ത്രീയെ പാപം മോചിച്ചു. ഇന്ന് രാത്രി പാപത്തെ, ശാപത്തെ, ആമേ സ്തോത്രം, ഇരുളിന്റെ ശക്തികളെ അടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുന്ന, ലൈവിൽ കൂടി തിരുവചനം കേൾക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ കർത്താവ് അഭിഷേകത്തിന്റെ ശക്തി തലമുറകൾക്ക് വേണ്ടി നീ ആയിരിക്കുന്ന ആമേ സ്തോത്രം മേഖലയിൽ ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ കഴിവുള്ള കർത്താവായ യേശുവിന്റെ അഭിഷേകത്തിന്റെ ആമേ തീ ആദ്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ അസാധാരണമായ ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെട്ടിരിക്കുന്നു. ആമേ 12 വർഷം രോഗാത്മാവ് ബന്ധിച്ചിരുന്ന ആമേ സ്തോത്രം സകല വൈദ്യന്മാരെടുത്തും പോയി ഏതൊരു വിടുതലുമില്ലാതെ ആമേ സ്തോത്രം വീട്ടിന്റെ അകത്ത് ഒതുങ്ങിക്കൂടിയ ഒരു സഹോദരി, ആമേ മോശയുടെ ന്യായപ്രമാണം 613 ന്യായപ്രമാണത്തിലും പറയുന്നു, രക്തസ്രാവക്കാരിയ സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയാൽ കല്ലെറിയണമെന്ന് പ്രമാണം എഴുതി വെച്ചിരിക്കുമ്പോൾ കൃപ പറയുന്നു പുറത്തിറങ്ങുക. ഇന്ന് രാത്രി ആമേ സ്തോത്രം നീ പ്രമാണത്തിലാണ് ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷേകത്തിലാണ് ആശ്രയിക്കുന്നത്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, ആമേ ദൈവത്തിന്റെ കൃപ ക്രിസ്തു മുഖാന്തരം വന്നു. പാപിനിയായ സ്ത്രീ മുന്നിലിറങ്ങിയാൽ എറികിട്ടുമെന്ന് ആമേ സ്തോത്രം ഉറപ്പായി അറിയാം. എന്തായാലും മരണം ഉറപ്പാ, ഒന്നീ രോഗം വന്ന് മരിക്കും, ഇല്ലെങ്കിൽ ബ്ലീഡിങ് കാരണം പുറത്തിറങ്ങിയതുകൊണ്ട് മരിക്കും, പ്രശ്നമില്ല, എന്റെ ആര്യമാനാഥനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കാം. ഇന്ന് രാത്രി മരണം മുഖാമുഖം കണ്ടു കിടക്കുന്ന നിന്നോട് ഇന്ന് രാത്രി കർത്താവ് കൈമാറുന്നു, എന്തായാലും നീ മരിക്കും. ഇന്ന് രാത്രി യേശുവിനെ മുറുകെ പിടി, നിനക്ക് ജീവനിലേക്ക് വരുത്തുവാൻ കഴിവുള്ള മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, ഇരുളിനെ വെട്ടിയവൻ, ആയുസിനെ നീട്ടിയവൻ, കുരുട്ട് കണ്ണു തുറന്നവൻ, ആമേ ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി ആമേ അഭിഷേകത്തിന്റെ ശക്തി ചലിപ്പാൻ കഴിവുള്ള കർത്താവായ യേശു ആമേ മുന്നിൽ വരാതെ പിറകിൽ കൂടി പോയി. ആമേ അവൾ കേട്ടതെല്ലാം ന്യായപ്രമാണം, പക്ഷേ ആരോ പറഞ്ഞു യേശുവിൽ നിന്ന് വിടുതലുണ്ട്, യേശുവിൽ നിന്ന് ശക്തിയുണ്ട്. ലേവ്യ പുസ്തകം പറയുന്നു, ബ്ലീഡിംഗ് ആയ സ്ത്രീ 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം, 7 ദിവസം പുറത്താകാൻ പാടില്ല. അവളെ ഒന്നിനെ തൊട്ടാലും അത് അശുദ്ധമാണ്. അവ ഇരിക്കുന്നിടം അശുദ്ധം, പുറത്തിറങ്ങി ഒന്നിനെ തൊട്ട അശുദ്ധം. ഈ കാലഘട്ടത്തിലും കേരളീയർ ഇടയിൽ ഹൈന്ദവ പശ്ചാത്തലത്തിലുണ്ട്. ആമേ സ്തോത്രം, മാസമുറയാകുമ്പോൾ വെള്ളം കോരാൻ പാടില്ല, വേവിക്കാൻ പാടില്ല, തൊട്ടാ കുഴപ്പം, പിടിച്ചാ കുറ്റം. കഴിഞ്ഞ നാളുകൾ ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞു, മോളെ ബൈബിൾ വായിരൂ. അയ്യോ എനിക്ക് തൊട്ടൂടാ, ആമേ ബൈബിൾ തൊട്ട പാപമാ, എനിക്ക് വയറുവേദനയാ. ഇന്ന് പോലെ നിന്റെ ന്യായപ്രമാണത്തെ ഉടച്ചു കളഞ്ഞുകൊണ്ട് അഭിഷേകത്തിലേക്ക് വാ. പെന്തക്കോസുകാർക്ക് അറിഞ്ഞുകൂടാത്ത ആമേ സ്തോത്രം ഒരു വിഷയമുണ്ട്. ആമേ സ്തോത്രം മാസമുറയായ ബൈബിൾ തൊട്ടുകൂടാതെ യേശുവിനെ തൊട്ടപ്പോൾ തൊട്ട സ്ത്രീ ശുദ്ധമായെങ്കിൽ ഇന്ന് രാത്രി മോശയുടെ ന്യായപ്രമാണത്തിലോ നീ ആയിരിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷേകത്തിലോ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി മടങ്ങി വാ, അറിയേണ്ടത് അറിയുക, അറിയാത്തതിനെ എറിഞ്ഞു കളയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൊട്ടുകൂടാ, പിടിച്ചുകൂടാ, അങ്ങനെ ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അതൊന്നും നോക്കാതെ യേശുവിന്റെ വസ്ത്രത്തിൽ പിറകിൽ പോയി ഒന്ന് തൊട്ടു. എന്നെ ആരോ തൊട്ടു, അമ്മേ ഉടനെ തന്നെ ഇവള് രോഗബന്ധനം അടിഞ്ഞു. ആ രോഗത്തിന്റെ മേലും അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ക്രിസ്തുവിന്റെ അഭിഷിക്തന്റെ അഭിഷേകം അവളിലേക്ക് കൈമാറി. അവൾ ആമേ സ്തോത്രം നോർമലായി. ആമേ യേശു എന്നെ ആരോ തൊട്ടു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, അവളുടെ ബാധ മാറി. ഇന്ന് രാത്രി യേശുവിലേക്ക് വരുന്നവരുടെ ബാധ മാറണം, യേശുവിലേക്ക് വരുന്നവരുടെ രോഗം മാറണം, യേശുവിലേക്ക് വരുന്നവരുടെ പ്രശ്നങ്ങൾ മാറണം. നീ അനുദിനം ബാധയിൽ പോകുന്നെങ്കിൽ, നീ അനുദിനം പ്രശ്നത്തിൽ പോകുന്നെങ്കിൽ യേശുവും നീയുമായി ഒരു ബന്ധമില്ല. അവിശ്വാസത്തെ കളഞ്ഞുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി സ്റ്റെപ്പ് പോയി നിനക്ക് വേണ്ടി അസാധാരണമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള, അസാധാരണമായ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള നസ്രേനി യേശു ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൾ സ്വസ്ഥതയായി വീട്ടിപ്പോയി. 18 വർഷം കൂനിയായ സ്ത്രീ മുന്നോട്ട് നോക്കാൻ കഴിയാതെ ബന്ധിച്ചു വെച്ചിരുന്നു. ആ ബന്ധനത്തെ 18ാമത്തെ വർഷം യേശു അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ പ്രവർത്തനം അഴിപ്പാനത്രേ. പിശാച് കൂനിപ്പിച്ചു വെച്ചിരുന്ന, പിശാച് രോഗം വിട്ടിരുന്ന അന്ധകാര ശക്തികൾ ഞെരുക്കി വെച്ചിരുന്ന, ദുർഭൂത ശക്തികൾ നിന്നെ ഞെരുക്കി വെച്ചിരുന്നു. ആമേശോ അതിനെ അടിക്കുവാൻ കഴിവുള്ള നസ്രയൻ യേശു ഇന്ന് രാത്രി എന്നോടും നിന്നോടും കൂടെയുണ്ട്. ശിക്ഷോനെ പുതിയ
പുതിയ കയർ കൊണ്ട് രഹസ്യങ്ങൾ അറിഞ്ഞു. ആമേ സ്തോത്രം ബന്ധിച്ചു. പക്ഷേ അതിനെ പൊട്ടിച്ചു. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, രഹസ്യങ്ങളെ ചോർത്തിയെടുക്കുന്ന ചില ദലീലമാരെ സൂക്ഷിക്കുക. അഭിഷിക്തന്മാരെ, നിന്റെ അഭിഷേകം എവിടെയാണ് പ്രവർത്തിക്കുന്നത് നോക്കി നിന്ന് തകർത്ത് കളയുന്ന ചില സ്ത്രീ വിഷയങ്ങളെ ഇന്ന് രാത്രി കുളഞ്ഞുകള. അഭിഷേകം നിന്നെ സഹായിക്കും. അഭിഷേകം നിന്നെ സഹായിക്കും. ബൈബിൾ പറയുന്നു, അഭിഷേകം മുഖത്തെ തകർക്കുന്നു. അഭിഷേകം അന്ധകാര കോട്ടകളെ ഉടയ്ക്കുന്നു. അഭിഷേകം പുരാതന ശൂന്യങ്ങളെ പണിയുന്നു. അഭിഷേകം ചിലരെ പുറത്തു കൊണ്ടുവരുന്നു. അഭിഷേകം ഏത് മണ്ടനെയും അവൻ ലണ്ടനിലേക്ക് കൊണ്ടുപോകും. അഭിഷേകം ഏത് മന്ദബുദ്ധിയെയും അവൻ അറിവുള്ളവനാക്കി മാറ്റും. ഏത് വിദ്യാഭ്യാസമില്ലാത്തവനെയും വിദ്യാഭ്യാസം ഉള്ളവനാക്കും. അഭിഷേകം, അതെ, ദൈവത്തിന്റെ അറിവ് നിന്നെ വളർത്തുമ്പോൾ ലോകത്തിലെ അറിവ് നിന്നെ തളർത്തും. ലോകത്തിലെ അറിവ് നിന്നെ ബന്ധിക്കുമ്പോൾ ദൈവത്തിലെ അറിവ് നിന്നെ ഉയർത്തും. ഇന്ന് രാത്രി ശിംശോനെ കെട്ടി വണിഞ്ഞ്, പക്ഷേ ദൈവിക അഭിഷേകത്തിന്റെ ശക്തി ആമേ ശിംശോന്റെ കൈമേൽ വെളിപ്പെട്ടപ്പോൾ ആമേ സ്വത്രം ബന്ധനം പൊട്ടി. ഇന്ന് രാത്രി തിരുവചനം പറയുന്നു, അഭിഷേകമുള്ളതിനെ തൊടാൻ കഴിയത്തില്ല. ആമേ പത്രോസും യോഹന്നാൻ സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് ചൊല്ലുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുഴന്തനായി ആമേ ഒട്ടും നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ കൊണ്ട് ആമേ സുന്ദരമെന്ന ദേവാലയത്തിന് മുന്നിൽ പിച്ചയാചിപ്പാൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും അവിടേക്ക് ചെന്നു. ആമേ സ്തോത്രം വല്ലതും കിട്ടുമെന്ന് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ വെള്ളിയില്ല, ഞങ്ങളുടെ പൊന്നില്ല, ഞങ്ങളിൽ ഉണ്ട് ഒരെണ്ണമുണ്ട്. അത് ഈ ലോകത്ത് നിങ്ങൾക്കാർക്കും കിട്ടാനുള്ളതല്ല. ഒരു സംഘടന നേതാക്കന്മാരുടെ കയ്യിലും അതില്ല. ആമേ സ്തോത്രം മത നേതാക്കന്മാരുടെ കയ്യിലില്ല. രാഷ്ട്രീയ പ്രമുഖന്മാരുടെ കയ്യിലില്ല. ഇന്ന് രാത്രി ഇല്ലാത്തത് ഒരെണ്ണം, അത് അഭിഷേകമാണ്. ഇന്ന് രാത്രി അഭിഷേകമുള്ള ഈ തലമുറ ഈ കാലഘട്ടത്തിൽ ഈ പുറത്തു വരേണ്ട അത്യാവശ്യമായിരിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങി. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ ആമേ അവരെ എഴുന്നേൽപ്പിച്ചു. മുടന്താനായി ഇരുന്നവൻ, പൈസ വാങ്ങി കൂട്ടിയ മനുഷ്യൻ, അന്ന് വരെ കിട്ടാത്ത ഒരു സംഭവം കിട്ടി. അവന്റെ മേൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങി. നടക്കാത്ത കാൽ നടക്കാൻ തുടങ്ങി. ഉറയ്ക്കാത്ത കാൽ ഉറയ്ക്കാൻ തുടങ്ങി. അവൻ പിന്നെയും സുന്ദരമെന്ന ദേവാലയത്തിൽ ചുള്ളിച്ചാടി ദൈവത്തെ ഉയർത്തുന്നത് കണ്ടു. ഇന്ന് രാത്രി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ആത്മീകമായി നീ മന്ദഗതിയിലാണോ? നിനക്ക് കാലൂന്നി വെക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് ദൂത് കൈമാറുന്നു നിനക്ക് വേണ്ടി. അഭിഷേകത്തിന്റെ അസാധാരണമായ ചലനം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുക. മുന്നോട്ട് ചലിച്ചോ, തുള്ളിച്ചാടിക്കോ. വിളിച്ചവൻ വിശ്വസ്തൻ, അവനെ ആരാധിച്ചു മഹത്വം കൊണ്ട് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അസാധാരണമായി വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ അഭിഷേകം എവിടെ വെളിപ്പെടുമോ അവിടെ അസാധാരണമായ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. അഭിഷേകം ആരെ മൂടി വയ്ക്കാൻ പറ്റുകയില്ല. അഭിഷേകത്തിന്റെ ശക്തി പുറപ്പെടാൻ തുടങ്ങിയാൽ എത്ര വെല്ലുവിളിച്ചു നിന്നാലും വെല്ലുവിളി മധ്യ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ശത്രുക്കമേശക്കബേന്ദ്രം ദൈവത്തെ ആരാധിച്ച് പോകുന്ന 2-3 ആമെ ചെറുപ്പക്കാർ ആമെ ബിംബത്തെ ആരാധിച്ചില്ല. ഒറ്റ കാരണത്താൽ അവനെ ബന്ധിച്ച് അകമാനം കെട്ടി ആമെ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ ആമെ സ്വന്തം തീയിലേക്ക് കൊണ്ടിട്ടു. പക്ഷേ അഭിഷിക്തൻ അതിനകത്തിറങ്ങി. അഭിഷിക്തനായ നസ്രൻ യേശു അതിനകത്തിറങ്ങി. ഇവന്റെ കെട്ടുകളെ വിടിവിച്ചുകൊണ്ട് ഈ 3 ആളുടെ കൂടെ നടന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ കൊണ്ടിട്ടവൻ തീക്കിരയാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഏത് തീയുടെ അവസ്ഥയിലും ഇറങ്ങി വന്ന് ഞാനും നീയുമായിരിക്കുന്ന ഏത് മേഖലയിൽ ഇറങ്ങും. ഐസിയിലാണോ എന്റെ കർത്താവ് ഇറങ്ങും. നീ ആമെ കീറുമുറിക്കപ്പെട്ട വ്യക്തിയാണോ യേശു നിനക്ക് അടുത്തേക്ക് ഇറങ്ങും. നീ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന വ്യക്തിയാണോ നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വരും. ആമേ നീ ഏത് മേഖലയിൽ പ്രശ്നത്തിലിരിക്കുന്നു നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, അവിശ്വാസമില്ലാത്ത നിനക്ക് വേണ്ടി, ആമേ സ്തോത്ര ഭയമില്ലാത്ത ആമേ ആയിരിക്കുന്ന നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ. തീച്ചൂളയിൽ ഇറങ്ങി കർത്താവ് ഈ 3 പേരെ കെട്ടിനെ പൊട്ടിച്ചുകൊണ്ട് തീയുടെ ബലത്തെ കടത്തിക്കൊണ്ട് 3 ആളെ പുറത്തെടുത്ത നസ്രയന്റെ അഭിഷേകം ഇന്ന് രാത്രി ഏത് മേഖലയിൽ നീ ആയിരുന്നാലും നിന്നെ ഈ കാലഘട്ടത്തിൽ എന്റെ കർത്താവ് തീ പോലെ പുറത്തു കൊണ്ടുവരും. തീയിൽ വീണ ദൈവദാസന്മാർ തീ പോലെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്നിൽ വന്ന ചില തീ നിന്നെ തകർക്കാനല്ല, നിന്നെ തീർത്ത് കളയാനല്ല. ദൈവത്തിന് തീ പോലെ നിന്നെ ഈ കാലഘട്ടത്തിൽ പുറത്തെടുക്കും.
കൊടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തെ അറിഞ്ഞവരാണോ, നീ അറിയാത്തവരാണോ, ഇന്ന് രാത്രി നിന്റെ വാതിൽക്കൽ വന്ന് എന്റെ കർത്താവ് മുട്ടുന്നു. മോനെ മോളെ, ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ നമ്മോട് കൂടെ ഒരുമിച്ചായിരിക്കാൻ കഴിവുള്ള നസ്രയൻ യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. നാമെ നാസറ് ജീർണിച്ചവനായി മരണക്കെട്ടൊക്കെ കിടക്കുമ്പോൾ ആമേ പുഴുക്കൾ സ്തോത്രം ലാസറിന്റെ ശരീരം തിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ജീവന്റെ ഉടയവനായ ദൈവം വിളിച്ചപ്പോൾ സ്തോത്രം പുഴുക്കൾ പോലും പരാജയപ്പെട്ടു പോയി. അയ്യോ, ഞങ്ങൾ ഈ ബോഡി അത്രയും തിന്ന് സുഖിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ജീവന്റെ ഉടയവൻ അവനെ വിളിക്കുന്നു. പുഴുക്കൾ പോലും നാണിച്ചു പോയി. ഉടയവൻ വിളിച്ചപ്പോൾ ലാസർ മരണക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നു. കർത്താവ് പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. യേശു വന്നാൽ അസാധ്യതയില്ലാത്തടത്ത് സാധ്യതകൾ വെളിപ്പെടും. നാറ്റം വച്ചതിനെ സ്തോത്രം മണപ്പിക്കാൻ കഴിയും. നാറ്റം വച്ചതിനെ സുഗന്ധം പകർത്താൻ കഴിയും. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരണപ്പെട്ടു പോയി, വിധവയായി പോയി. എല്ലാവരും പറഞ്ഞു അവിടെ സമയദോഷമാണ്. കുറെ പേർ പറഞ്ഞു അയ്യോ പാപം തന്നെ എന്ന് പറഞ്ഞ് കുറെ പാപം പറയുന്ന കുറച്ച് വ്യക്തികളുള്ളപ്പോൾ ഇന്ന് രാത്രി പാപമല്ല വലുത്, അഭിഷേകമോ വലുത്. ഇന്ന് രാത്രി പറയുന്നവര് കേൾക്കുന്നവര് അഭിഷേകം ചലിക്കുന്ന രാത്രിയാ. സ്തോത്രം പ്രശ്നത്തോടും പ്രതിസന്ധിയോടും കരച്ചിലോടും ഒരു കൂട്ടർ പുറത്തേക്ക് വരുമ്പോൾ യേശു ചെന്ന് മഞ്ചത്തെ തൊട്ടു, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി യേശു വന്നാൽ മരണം മാറും. യേശുവിന്റെ ഒറ്റ വാക്ക് മതി ശതാധിപന്റെ ദാസനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ശബ്ദം ഒറ്റ വാക്ക് മതി ചില വേഗനെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ മരണാവസ്ഥയിലായപ്പോൾ മരണക്കെട്ടുകളെ അഴിച്ചുകൊണ്ട് എന്റെ കർത്താവ് ആ ബാലെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി മരണത്തിന് മേൽ അധികാരമുള്ള ഒരുവനേ ഉള്ളു, അത് നസ്രയൻ യേശുവാണ്. ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ തിരിച്ചുവിട്ട കേസായിരിക്കാം. സ്തോത്രം വൈദ്യൻ സഹായം പോയി രക്ഷയില്ലാത്ത വ്യക്തിയായിരിക്കാം. ഇന്ന് രാത്രി നിന്നെ രക്ഷിപ്പാൻ, നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ, നിന്റെ തലമുറ രക്ഷിപ്പാൻ മദ്യപാനത്തിന് പലപ്പോഴും പോയി മദ്യപാന അടി സെന്ററിൽ പോയി നിർത്തിയിട്ടും നിർത്താൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം. നിനക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം മരണ വീട്ടിൽ ആനന്ദ വീടാക്കി മാറ്റിയ ദൈവം ഇന്ന് രാത്രി നിന്നോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? 38 വർഷം കുളക്കരയെ കിടന്ന് അനേകരെ വിടുതൽ കണ്ട് സൗഖ്യം കണ്ട് മനസ്സ് മുരടിച്ച് കിടന്ന മനുഷ്യൻ കുളത്തിൽ കാണുന്ന വിടുതൽ. അതെ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. എല്ലാവരും കുറച്ചു കാലൊക്കെ സഹായിച്ചു. കൈവിട്ടിരിക്കുന്ന 38 വർഷം കൊണ്ട് കിടക്കയാ. യേശു കരയിൽ വെളിപ്പെട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് കർത്താവെ, പക്ഷേ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ പിടിച്ചിറക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ ഒന്തി വിടാൻ ആരുമില്ല. ഇന്ന് രാത്രി നിനക്ക് ആരുമില്ലെങ്കിലും യേശു ഉണ്ട്. അമ്മ കൈവിട്ടാലും കൈവിടില്ല. നിന്നെ ആര് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനേ ഉള്ളൂ, അത് നസ്രയൻ. മനുഷ്യരെ വിശ്വസിക്കരുത്. മുക്തി ശ്വാസമുള്ള കാലം വരെ രക്തബന്ധങ്ങളെയോ ദേശവാസികളെയോ കുടുംബക്കാരെ വിശ്വസിക്കണ്ട, സുഹൃത്തുക്കളെ വിശ്വസിക്കണ്ട. നിനക്ക് വിശ്വസിപ്പാൻ ഒരുവനേ ഉള്ളു, അത് നസ്രയൻ യേശുവാണ്. യേശു നിന്നെ ചതിക്കില്ല, യേശു നിന്നെ തള്ളിയിടില്ല, യേശു നിന്നെ ഉപദ്രവിക്കില്ല, യേശു രോഗം തരില്ല, യേശു ശാപം തരില്ല. യേശുവിന് അനുഗ്രഹം മാത്രമേ അറിയൂ. യേശുവിനെ ആരാധിക്കുന്ന അനുഗ്രഹിക്കാൻ മാത്രമേ അറിയൂ. ശപിക്കുന്നതൊന്നും ദൈവികമല്ല, ശാപം ദൈവികമല്ല. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അനുഗ്രഹം മാത്രം ദൈവത്തിനെ അറിയാം. ദൈവത്തെ ആരാധിക്കുന്ന ആരും ശപിക്കാറില്ല. എന്നെ പിടിച്ചിറക്കാൻ ആരുമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പിടിച്ചിറക്കാം, നീ റെഡിയാണോ? അതെ. സ്തോത്രം. അന്ന് വരെ വെള്ളത്തിൽ സൗഖ്യങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ അന്ന് കരയിൽ സൗഖ്യം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷം രോഗക്കിട കെട്ടിയിട്ടിരുന്ന ആ കെട്ടിന് എന്നെ യേശു അഴിച്ചു. അവൻ കിടക്കയിടത്ത് നടക്കുന്നത് ദേശക്കാർ കണ്ടു. ഒരു കാലഘട്ടത്തിൽ ഞാനും പാപത്തിലും ശാപത്തിലും ലോകത്തിന്റെ ചിന്തകളും കെട്ടിപ്പിട്ടുന്ന എന്നെ എന്റെ കർത്താവ് സ്വതന്ത്രാക്കിയെങ്കിൽ പാപത്തിൽ നിനക്ക് പുറത്തു വരാൻ കഴിയാത്ത വ്യക്തിയാണോ? നിന്നെ എന്റെ കർത്താവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ഏതൊരു മേഖലയിൽ നീ വിഷമത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ബന്ധിക്കപ്പെട്ട വ്യക്തിയാണോ? നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? പുതിയ കയറ് കൊണ്ടുവന്ന്
ആമേ സ്തോത്രം വരിഞ്ഞു കെട്ടി. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇതോടുകൂടി അവന്റെ കാര്യം തീർന്നു. അവനെ ഒതുക്കുവാൻ ശത്രുവശത്തെ കൊട്ടേഷൻ കൊടുത്തിട്ട് ആമേ സ്തോത്രം പെണ്ണുമുള്ള കാര്യങ്ങളെല്ലാം ചലിക്കാൻ തുടങ്ങി. പക്ഷേ ആമേ സ്തോത്രം അവന്റെ രഹസ്യം, അവന്റെ അഭിഷേകത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് ആമേ സ്തോത്രം കയ്യിലല്ല, അത് മുടിയിലെന്ന് പിന്നീട് അവൻ വെളിപ്പെടുത്തി. ഇന്ന് രാത്രി അഭിഷേകം ചലിക്കുന്നത് വിശുദ്ധിയില്ല. പുതിയ നിയമത്തിൽ നീ വിശുദ്ധിയോടെ ജീവിപ്പാൻ തയ്യാറായാൽ അഭിഷേകം നിനക്ക് വേണ്ടി ചലിക്കും. ആമേ സ്തോത്രം നീ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അഭിഷേകം നിനക്ക് വേണ്ടി ആമേ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കയറുകൊണ്ട് മുറുകെ കെട്ടിപ്പിടിച്ച് കെട്ടി പൂട്ടിവെച്ചപ്പോൾ ദൈവികാത്മാവിന്റെ ശക്തി അസാധാരണമായി ആ കെട്ടിന്മേലിറങ്ങി. സ്പോട്ടിൽ അത് ചണനൂല് പോലെയായെന്ന് തിരുവചനം പറയുന്നു. ദലീല പുതിയ കയർ കൊണ്ട് ആമേ സ്തോത്രം വാങ്ങി അവരെ ബന്ധിച്ചിട്ട് ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞ് ആമേ സ്തോത്രം ഹല്ലേലൂയ. ഉടനെ പതിയിരിപ്പുകാരെ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ ആമേ തന്റെ കയ്യിൽ നിന്ന് ആമേ സ്തോത്രം പൊട്ടിച്ചെറിഞ്ഞു. ഇന്ന് രാത്രി ദൂത് കൈമാറാം. എത്ര വലിയ രോഗത്തെയാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ഇന്ന് രാത്രി പൊട്ടിപ്പാൻ കഴിവുള്ള നസ്രയന് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് വിളിക്കുന്ന മക്കളുടെ ഇടയിൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ തയ്യാറാണ്. നീ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് വലിയവ ചെയ്യും. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചേ. ഹല്ലേലൂയ. നീ രോഗത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു, നിന്നെ സാമ്പത്തിക മേഖലയിൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്നു, കുടുംബ ജീവിതത്തിൽ നിന്നെ കെട്ടിവെച്ചിരിക്കുന്നു, ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ ഇടയിൽ ആവേശത്ര ഭാര്യ നിന്നെ കെട്ടിവെച്ചിരിക്കുന്നു, ഭർത്താവ് നിന്നെ കെട്ടിവെച്ചിരിക്കുന്നു, ബന്ധുമിത്രാദി നിന്നെ കെട്ടിവെച്ചിരിക്കുന്നു. നീ ആത്മീകമായി മുന്നേറാതിരിപ്പാൻ, ഭൗതികമായി മുന്നേറാതിരിപ്പാൻ കൂടോത്രം ചെയ്ത് കെട്ടിവെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഏത് കെട്ടാണെങ്കിലും അതിനെ പൊട്ടിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളു. അത് നസ്രയന് യേശുവാണ്. യേശുവിന്റെ അഭിഷേകത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ ഒരു വേദത്തിനും ഒരു അന്ധകാര ശക്തികൾക്കും ഒരു ഇരുളിന്റെ ശക്തികൾക്കും കൂടോത്രത്തിനും മുട്ടയ്ക്കും മുട്ടത്തോടിനും പിച്ചിപ്പൂവിനും ഒന്നിനും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി തകർക്കുന്ന ഇടിമുഴക്കത്തിന്റെ ശബ്ദമുള്ളവനായ നസ്രയൻ യേശു പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ശത്രുവിന്റെ തലയെ തകർത്തവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഏത് ശക്തിയാ നിന്നെ ബന്ധിക്കുന്നത്, ഏത് കെട്ടാ പൂട്ടാ ഇന്ന് രാത്രി പൊട്ടിച്ചു കളയുവാൻ കഴിവുള്ള നസ്രയൻ യേശു എന്റെയും നിന്റെയും കൂടെയുണ്ട്. കർത്താവേ, രോഗത്താലും ഭാരത്താലും പ്രശ്നത്താലായിരിക്കുന്ന ഈ വ്യക്തികളെ ഇന്ന് രാത്രി അസാധാരണമായി സൗഖ്യമാക്കണമേ. അവർ ദർശനങ്ങളെ കാണട്ടെ. അഭിഷേകം ഇരുളിന്റെ ശക്തികൾക്കും കഴിയല്ല. കർത്താവേ, അഭിഷേകം നഷ്ടപ്പെട്ടവരാരൊക്കെ കേൾക്കുന്നു അവരുടെ മേൽ അസാധാരണ അഭിഷേകം അടങ്ങി വരട്ടെ. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഈ അഭിഷേകം അവരെ പുറത്തു കൊണ്ടുവരണമേ. ഞാൻ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും അഭിഷേകം, അഭിഷേകം, അസാധാരണ അഭിഷേകം ഇവരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറും. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദൈവം